ഇപ്പൊ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും നാട്ടില് എവിടെയാണ് ബർത്ത് പ്ലേസ്? നാട്ടിൽ എൻ്റെ ബർത്ത് പ്ലേസ് ചോദിച്ചാൽ കൊല്ലമാണ്. പക്ഷെ അങ്ങനെ കൊല്ലം സ്ഥിരം ഞാൻ കൊല്ലക്കാരിയല്ല. എന്നാൽ ഞാൻ എറണാകുളത്ത് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് ട്രൂപ്പിലാണോ ഏത് സ്ഥലത്തുള്ള ട്രൂപ്പിലാണോ നാടകം ചെയ്യുന്നത്, അപ്പോൾ കൊച്ചിൻ ഹരിശ്രീയിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു വർഷം ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ എല്ലാം അവിടെയായിരുന്നു. ചങ്ങനാശ്ശേരിയിലായിരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി, കോട്ടയത്തായിരിക്കുമ്പോൾ കോട്ടയംകാരിയാണ്. അങ്ങനെ പോയി തിരുവനന്തപുരത്ത് അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെയായി. എല്ലാം അറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, തിരുവനന്തപുരത്തെ ഭാഷയല്ലല്ലോ പറയുന്നത്, കൊല്ലത്തെ ഭാഷയല്ലല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം എന്നെ കൊല്ലത്ത് പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ജനിച്ച സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് വീട് വാങ്ങിച്ചു. ഞാൻ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു 14 വർഷമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ അഡ്രസ്സ്. വീട് വെറുതെ അടച്ചിട്ടേക്കോ? ഇല്ല, മമ്മി അവിടെയാണ്. അവിടെ എൻ്റെ വീട്ടിലാണ്. ഒറ്റയ്ക്ക് അത് മതി. മമ്മിക്ക് ഒറ്റയ്ക്ക്. പിന്നെ ദൂരെ ഷൂട്ടുള്ളപ്പോൾ മമ്മി ആരെങ്കിലും കൊണ്ടുപോകുമല്ലോ. അതെ, മമ്മി വീട്ടിൽ കാണത്തുമില്ല. അങ്ങനെ ദൂരെ ഉണ്ടെങ്കിൽ ഒരു ലേഡി കൂടെ പോകാൻ ഒരാളുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് എപ്പോഴും വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരും. നേരെ ലൊക്കേഷനിൽ പോയി ഇറങ്ങുന്നു, അവിടുന്ന് വണ്ടി നേരെ വീട്ടിൽ കൊണ്ടാക്കും. ഇതിന്റെ ഇടയ്ക്ക് സ്വന്തമായിട്ടൊരു നാടക സമിതി തുടങ്ങുമോ? അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു നാടക സമിതി ഉണ്ടായിരുന്നു. അത് സിനിമയും സീരിയലും ഉള്ളവരൊന്നും അല്ലായിരുന്നു സാധാരണ. അല്ലാതെ ഞാൻ സീരിയലിൽ വന്നതിന് ശേഷം സീരിയലിൽ വെച്ചുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, നാടകത്തിൽ നിന്ന് വന്ന കുറേ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, നമ്മുടെ വിജയകുമാരി ചേച്ചി അറിയാം, വിജയകുമാരി ചേച്ചി അറിയാമല്ലോ സീരിയലിലേക്കുള്ള, വൈഷ്ണവീത, വിജയകുമാരി ചേച്ചി, പിന്നെ വിജയകുമാരി ചേച്ചി, കനകലത ചേച്ചി, ഞാൻ, സൗവർണിക, ഐശ്വര്യ, പിന്നെ നമ്മുടെ മരിച്ചുപോയ രമേശേട്ടനുണ്ട്, രമേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, പിന്നെ കോട്ടയം റഷീദ്ക്ക, മുൻഷി രഞ്ജിത്ത്, അങ്ങനെ കുറച്ച് പേരെ വെച്ചിട്ട് നല്ലൊരു നാടകം എടുത്തായിരുന്നു. അതെടുത്ത് പക്ഷേ അത് ഈ നോട്ട് നിരോധനം വന്ന ടൈമിലായിരുന്നു. അത് നല്ല അഭിപ്രായമായിരുന്നു. പ്രമാണി നാടകമായിരുന്നു. ഓച്ചിറയിൽ ഉള്ളൊരു ട്രൂപ്പിന്റെ ബേബി കുട്ടൻ. സീരിയലിൽ വന്നതിന് ശേഷം പിന്നെ നാടകം ചെയ്തിട്ടുണ്ടോ? ഈ നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാര്യം നാടകവും ഇതും കൂടെ രണ്ടും കൂടെ എനിക്ക് നൈറ്റ് നാടകം, ഡേ ടൈമിൽ ഇത് ഓർമ്മ എന്ന് പറയുന്നൊരു കെ രാജു സാറിന്റെ സീരിയൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക്, സുരേഷ് കൃഷ്ണയുടെ സിസ്റ്ററായിട്ടാണ്, പ്രിയാരാമന്റെ നാത്തൂനായിട്ട്. അപ്പം അത് നല്ലൊരു ബ്രേക്ക് കിട്ടിയൊരു സീരിയലാണ് എനിക്ക്. അപ്പം അതുപോലെ നല്ലൊരു ബ്രേക്ക് കിട്ടി അമ്മ സീരിയൽ. അത് ഞാൻ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വന്നതാണ്. മറ്റേ ഓർമ്മ അങ്ങനെയല്ല. ഓർമ്മ ഞാൻ ഈ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയതാണ്. സീരിയലിൽ ഞാൻ ചെറിയ ചെറിയ ഡോക്ടർ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടർ ചെയ്യുന്ന ടൈമിൽ ഒരു നല്ലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടിയത് ഓർമ്മയിലാണ്. അതും നല്ലൊരു ഡയറക്ടർ കെ രാജീവ് സാറിൻ്റെ, നല്ല ഒരു നല്ലൊരു ഡയറക്ടറാണ് പുള്ളിയുടെ സീരിയലിൽ കിട്ടിയപ്പോൾ ഇതുപോലെ നാടകവും ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. എനിക്ക് രണ്ടും കൂടെ പറ്റാതായിട്ട് അവസാന നാടകത്തിൽ നിന്ന് ഞാൻ ഓണായപ്പോഴത്തേക്ക് അഡ്വാൻസ് വാങ്ങിക്കുമല്ലോ നമ്മൾ, അത് തിരിച്ചു കൊടുത്തിട്ട് ഞാനങ്ങ് മതിയാക്കിയത്. എന്നിട്ട് പിന്നെ സീരിയൽ മാത്രം, പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ നാടകം ചെയ്തത് ഇതുപോലെ ഇത് ചെയ്തു. പിന്നെ ഞാൻ ഖത്തറിലൊരു നാടകം ചെയ്തായിരുന്നു. അവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് സ്റ്റേജ് പെർഫോമൻസും എല്ലാം അറിയുന്ന ഈ സീരിയലിലുള്ള ഒരാൾ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു നാടകം ചെയ്തു. നാടകം ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും ഏതെങ്കിലും നിർമ്മാണമായിട്ട് സീരിയലോ സീരിയൽ വരണം ചെയ്തു കേട്ടോ. സീരിയൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ല? സിനിമ ചെയ്യാൻ എൻ്റെ സാമ്പത്തികമൊക്കെ എല്ലാം ചെയ്യണമെന്ന് ദൈവം സഹായിക്കട്ടെ, എന്തായാലും വരട്ടെ. ചെറിയൊരു സംഭവം എല്ലാം ചെയ്യും. ഒരു സീരിയൽ 2 എപ്പിസോഡ് ചെയ്തു. അത് മാമുക്കയൊക്കെ ആയിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്തത്. പക്ഷെ അത് ടെലികാസ്റ്റ് ആയിട്ടില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം അമ്മ ആർട്ടിസ്റ്റാണ്, ബ്രദേഴ്സ് സിസ്റ്റർ ഒക്കെ ആർട്ടിസ്റ്റാണ്, ചേച്ചി ഒരു ആർട്ടിസ്റ്റാണ്, ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. അവർക്ക് എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യം? കുഞ്ഞിലെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഫുൾ പാക്കേജായി. അല്ല, കുഞ്ഞിലെ 2 മക്കളും ഈ എൻ്റെ ഇളയ മോള് സിന്ദൂരച്ചേപ്പിൽ എൻ്റെ ചെറുകുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ മഞ്ജു സതീഷ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. നമ്മൾ ഇതിൽ സല്ലാപത്തിലൊക്കെ മഞ്ജു വാര്യരുടെ ഫ്രണ്ടായിട്ട് മഞ്ജുവിന്റെ മകളായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ആ മഞ്ജു എൻ്റെ എൻ്റെ മരുമകളല്ല, എൻ്റെ ബ്രദറിന്റെ മരുമകളായിട്ട്. അപ്പൊ മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത് എൻ്റെ മോള്. അങ്ങനെ സിന്ദൂരിച്ചപ്പോൾ അതിൽ അഭിനയിച്ചു. പിന്നെ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് ഷോർട്ട് ഫിലിം, എൻ്റെ ഹസ്ബൻഡ് അവരുടെ ഫാദർ വന്നിട്ട് ഡയറക്ടറാണ്. അപ്പോൾ അവർ ചെയ്ത ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
പിന്നെ അവർ ചെയ്ത ആഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂത്ത മോള് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ നടൻ രതീഷേട്ടൻ്റെ മകൾ അഭിനയിച്ച ഒരു പടത്തിൽ നമ്മുടെ മധുരനാരങ്കിലൊക്കെ അതെ അതെ അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി എന്നാണ് പടത്തിൻ്റെ പേര്. ലക്ഷ്മി എന്നോ. അപ്പൊ എല്ലാവരും ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അല്ല, ഞാൻ വിചാരിച്ചു അവര് അഭിനയിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും. അപ്പൊ എനിക്ക് പ്രധാനം പഠിത്തം, ഒരു ജോലി എനിക്ക് മസ്റ്റാണ്. കാര്യം നമ്മളിപ്പോൾ ഫീൽഡ് ഔട്ടായി നിന്നാൽ പോലും അവർക്ക് കല നമ്മളെ തുണയ്ക്കും. പക്ഷെ കാര്യം നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ മുഖങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത്. അതെ, കാലം മാറുന്ന, കാലഘട്ടം മാറുന്ന, ടേസ്റ്റ് മാറുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇപ്പം ഞാൻ തന്നെ സത്യത്തിൽ മാറാൻ കുറച്ചൊന്ന് മാറി നിൽക്കാൻ കാരണം അത് തന്നെയാണ്. കാര്യം പുതിയ ആൾക്കാർ കുറേ വരുന്നുണ്ട്. അപ്പം പുതിയ ആൾക്കാരും വരട്ടെ. ഞാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്നാ ഒന്ന് മാറി നിന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ട്. ഇറങ്ങണം, തീർച്ചയായിട്ടും ഇറങ്ങണം. ഉറപ്പായിട്ട് സിനിമയൊക്കെ കാണണം. ഇപ്പം സീരിയല് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് സെപ്റ്റംബറൊക്കെ കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പൊന്ന് നല്ല ഇതാക്കി വെച്ചിട്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കല്യാണം കഴിച്ച് യു എയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശരിക്കും രണ്ട് കൾച്ചറാണ്. നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചർ വേറെ, ഇവിടുത്തെ ഇവരിപ്പോൾ ഒരു മുസ്ലിം ഇതാണ്, നമ്മൾ ഹിന്ദു ആണ് അല്ല. അപ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് വന്ന് അപ്പോൾ പെട്ടെന്ന് ഭാഷ വേറെ, അവരുടെ സംസ്കാരം വേറെ, അവരുടെ രീതികൾ വേറെ, പ്രെയർ വേറെ. അവർ മാത്രമല്ല, അപ്പോൾ ഹസ്ബൻഡ് മാത്രമല്ല, അവർ ചുറ്റിനുള്ള ആൾക്കാരും എല്ലാം അത് തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി? പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്ക് പിന്നെ നമ്മുടെ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ രാവിലെ ഇവിടെ വന്നാൽ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശ, ചമ്മന്തി, അതൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല സ്പൈസി ആയിട്ടുള്ളത് കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കേട്ടുള്ള അവർ സാലഡ്സ് ഒക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്കായാലും ശരി തന്നെ ചോറിൻ്റെ കൂടെ നമ്മളെ നീളൻ പയറുണ്ടല്ലോ, ആ പയറ് മെഴുക്ക് പുരട്ടി, പിന്നെ ചമ്മന്തി, കട്ട ചമ്മന്തി, പിന്നെ മുളക് വറുത്തത്, പിന്നെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ കംഫർട്ട് ഫുഡ് എന്താ? എപ്പോഴും കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന ആഹാരം? അങ്ങനെയില്ല, ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് ഞാൻ കഴിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഈ ബിരിയാണി ആയിട്ട് അങ്ങനത്തെ എനിക്ക് സ്പൈസി ഓയിൽ അങ്ങനെയല്ല, അത് ഓയിലിൻ്റെ അല്ല, എനിക്ക് എന്തോ അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ബിരിയാണി, അങ്ങനത്തെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനത്തെ ഫുഡ് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. പിന്നെ ശരിക്കും ഇത് പഠിപ്പിച്ചെടുത്തതല്ലേ? എന്തുവാ ഹസ്ബൻഡ് ഇത് പഠിപ്പിച്ചെടുത്തതല്ലേ? അല്ല, ആദ്യം ഞാൻ കാണുമ്പോ തൊട്ടേ അങ്ങനെ പുള്ളി ശരവണ ഭവൻ. അപ്പൊ ഈ കേരളത്തിനോട് ഇപ്പൊ മാത്രല്ല, ഞാൻ എല്ലാ ഇപ്പൊ ഡ്രസ്സായാലും ശരി, അവരെ ഡ്രസ്സ് ഇടത്തില്ല, അവരെ കന്തൂറ അതിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ശരിക്കും ടീഷർട്ടും ജീൻസും അല്ലാതിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്താലേ പുള്ളിനെ? അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട് പുള്ളിക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്. നാട്ടിലെന്തെങ്കിലും ബിസിനസ് തുടങ്ങി മലയാളിയാക്കാം. പക്ഷെ നാട്ടിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ പാസ്പോർട്ടൊക്കെ നമ്മുടെ നാട്ടിലെ പാസ്പോർട്ട് ആക്കണം. സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ നമുക്ക് പാസ്പോർട്ട് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഒരു നമ്മളവിടുത്തെ സാഹചര്യങ്ങൾ ഭയങ്കര വിഷയങ്ങളല്ലേ, ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരന് അവിടെ ഇഷ്ടം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനും ഇവിടെ നിൽക്കുന്നത്, പൊക്കോ എന്ന് പറയും. കാര്യം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അധികമായിട്ട് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്ക് വിസ എടുത്തു തരാൻ ഞാൻ പറഞ്ഞു. എനിക്ക് ഹസ്ബൻഡ് വിസ എടുത്താന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോ. എന്തിനാ? അപ്പോൾ ഞാൻ അങ്ങ് പോയാലേ പുള്ളിക്ക് അങ്ങ് വരാൻ പറ്റും. ശരിക്കും മാമക്ക് ഇപ്പൊ ചെറുപ്പകാലം തൊട്ടൊക്കെ സാമ്പത്തികമായിട്ടും കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും ശരിക്കും ഇപ്പൊ ഈ ഒരു ജീവിതം ഒന്ന് സെറ്റിൽ ആവാനൊരു നല്ലൊരു കാരണമാണ്. പിന്നെ തീർച്ചയായിട്ടും പുള്ളി എനിക്കൊരു ഇത് തന്നെയാണ്. എനിക്ക് നല്ലൊരു ഇത് വരാനും കാര്യം ഈ ഒരു കല്യാണം നമുക്ക് എന്തൊക്കെ കഷ്ടം നമ്മൾ കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മളത് ഓവർകം ചെയ്ത് പോയാൽ നമ്മൾ തളർന്നു പോവരുത് ഇടയ്ക്ക്. പക്ഷെ നമ്മളെ തേടിയ നല്ല കാലം എവിടെയോ കാത്തിരിക്കും. ദൈവം കൈവിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതിന്. അതെ, എപ്പോഴായാലും ഈ പറയും പോലെ ഒരു കുന്നിനൊരു കുഴി, ഒരു കുഴിക്ക് ഒരു കുന്നെന്ന് പറഞ്ഞാല് എപ്പോഴായാലും ഈ ടൈം ഇങ്ങനെ സൂചി കറങ്ങിക്കൊണ്ടേ 1 തൊട്ട് 12 വരെ വരും, വീണ്ടും 1-ലോട്ടത് വരും. അപ്പൊ നമ്മളിങ്ങനെ 1, 2 ഇങ്ങനെ നമ്മൾ കയറി വരും. അങ്ങനെ അത് എനിക്ക് എന്തായാലും
വലിയ ഇപ്പൊ ബ്രദറിന്റെ അസുഖങ്ങള് കാര്യങ്ങളൊക്കെ എല്ലാം മാറി, എല്ലാം മാറ്റി. ട്രാൻസ്പ്ലാന്റ് ചെയ്തു, കിഡ്നിയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി, 6-7 വർഷമായി. അവനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലിമിലും. കോമഡി സ്റ്റാർസ് അല്ലല്ലോ, നമ്മുടെ ഒരു ചിരി ബെമ്പർച്ചിരി അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ല. മമ്മി ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോഴും ഇന്ന് ലൊക്കേഷനിൽ ഇരിക്കുവാണ്. ഇപ്പോഴും അലിയൻസിന്റെ ലൊക്കേഷൻ. അപ്പൊ മമ്മിയുടെ ഏജ് ആകുമ്പോൾ ഞാൻ വരും. ഇത്രയും നാള് ഞാനിങ്ങനെ നിന്നിട്ട് ഇനിയിപ്പോ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും എനിക്ക് ആവശ്യമാണല്ലോ. അതെ, ഞാൻ ഇതൊന്ന് ഷോപ്പൊക്കെ ഇതാക്കി കൊച്ചുങ്ങളെയൊക്കെ ഒന്ന്, മോളിപ്പോ മൂത്താൾ ഇവിടെ ജോലിയുണ്ട്, രണ്ടാമത്തെ ആൾക്കും കൂടെ +2 ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. +2 കഴിയുമ്പോഴത്തേക്ക് ഹയർ സ്റ്റഡീസിന് ചിലപ്പോൾ നാട്ടിൽ കോയമ്പത്തൂർ ഇപ്പൊ നോക്കിയിരിക്കുന്നത്. അവൾക്ക് ഡയറ്റീഷ്യൻ ന്യൂട്രീഷൻ അതാണ് പഠിക്കാൻ ഇഷ്ടം. അപ്പോൾ കോയമ്പത്തൂർ ഒരു കോളേജ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വിട്ട് പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും കയറ്റുക. പിന്നെ ഇതെല്ലാം സമാധാനമായല്ലോ. അവര് രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് സെറ്റിലാക്കി കഴിഞ്ഞാൽ ആ ബിസിനസ് ദൈവം സഹായിച്ച് മുന്നോട്ട് നല്ലപോലെ വരട്ടെ. വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ വന്നും പോയി നിൽക്കാം. അതെ, അപ്പൊ കട എന്തായാലും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കസ്റ്റമർ ആവാം. എൻ്റെ 2-3 ജോഡി ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ വരുന്നുണ്ട്, അതായിട്ട് തയ്ക്കാം. ഓക്കെ, അപ്പൊ ചാനലൊക്കെ വരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ, ആ ഡ്രസ്സ് തയ്ച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് കൊള്ളാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ മൊത്തം തീർച്ചയായും. അതുപോലെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്നെ സ്നേഹിച്ചു, നിങ്ങൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിച്ചു, എൻ്റെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ അറിയുന്നവരൊക്കെ എന്നോട് പറയുമോ വില്ലത്തിയല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്ത നിങ്ങളോട് എല്ലാവരോടും, ഈ ഷാർജ ബുത്തീന ഈ ഏരിയയിലുള്ള എല്ലാവരോടും ഞാനിവിടെ ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽ സുലൈല ബുത്തീന ഡിസ്കൗണ്ട് സെൻ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. ഞാനത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഈ ഷോപ്പിൻ്റെ എല്ലാ ഇതും ഇടുന്നുണ്ട്. എല്ലാവരും വന്ന് എന്നെ തീർച്ചയായിട്ടും എന്നോട് സഹകരിക്കണം, എന്നെ സഹായിക്കണം. എല്ലാവർക്കും എൻ്റെ നന്ദി. ചേച്ചിയുടെ ബിസിനസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വരട്ടെ, വിജയിക്കട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് കസ്റ്റമറൊക്കെ കിട്ടട്ടെ. അതുപോലെ അഭിനയിക്കാനും സീരിയലായാലും സിനിമയായാലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഇനിയും വരട്ടെ. ബ്രേക്കൊക്കെ മാറ്റി വെച്ച് വന്ന് അഭിനയിക്കുക. നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമാ വിശേഷത്തിലേക്ക് നമുക്ക് ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചാൽ നന്ദി. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.